ഹായ് എവരിവൺ. ഇന്ന് നമുക്ക് സീബ്ര ഡാനിയോസ് മെയിൽ ആൻഡ് ഫീമെയിൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കാം. ബിഗ്നേഴ്സിനെല്ലാം വളരെ എളുപ്പം ബ്രീഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫിഷാണ് സീബ്ര ഡാനിയോസ്. ബ്രീഡ് ചെയ്യാൻ ആദ്യം മെയിൽ ആൻഡ് ഫീമെയിൽ സീബ്രാസ് ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. അതിനുള്ള കുറച്ച് ടിപ്സാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ആദ്യത്തെ ഒരു മെത്തേഡാണ് സീബ്ര ഡാനിയോസിനെ ഒരു ടാങ്കിലിട്ട് മുകളിൽ നിന്ന് നോക്കിയാൽ ഫിഷിൻ്റെ വയറ് നോക്കി നമുക്ക് ജെൻഡർ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. വയറ് കുറച്ച് ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഫീമെയിലും, വയറ് തീരെ കുറവാണെങ്കിൽ അത് മെയിലും ആകും. ഇത് നമുക്ക് എഗ് ലോഡായ ഫീമെയിൽ ഫിഷിലായിരിക്കും കൂടുതലായി മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമത്തെ ഒരു മെത്തേഡാണ് ചേസിങ്. എഗ് ലോഡായ ഫീമെയിൽസിനെ മെയിൽ ഫിഷ് ചേസ് ചെയ്യും. സാധാരണയായി രാവിലെയാണ് കൂടുതലായി മെയിൽ സീബ്ര ഫിഷ് ഫീമെയിൽ സീബ്രയെ ചേസ് ചെയ്യുന്നത്. സോ രാവിലെ നമുക്ക് ഫിഷിനെ കുറച്ച് ടൈം എടുത്ത് ഒബ്സർവ് ചെയ്താൽ ഫീമെയിലിനെ മെയിൽ ചേസ് ചെയ്തതായി കാണാം. സോ ഈസിലി നമുക്ക് മെയിൽ ആൻഡ് ഫീമെയിലിനെ തിരിച്ചറിയാൻ കഴിയും. അടുത്തത് കളറേഷനാണ്. നമുക്ക് കളർ നോക്കി ഫീമെയിൽ ആണോ മെയിലാണോ എന്ന് തിരിച്ചറിയാൻ കഴിയും. സാധാരണയായി മെയിൽ ഫിഷ് ബ്രൈറ്റ് കളറും അതുപോലെ ലൈൻസ് കൂടുതൽ വിസിബിളായും കാണാൻ കഴിയും. അതേസമയം ഫീമെയിൽ ഫിഷിൻ്റെ കളർ മെയിൽ ഫിഷിനെ അപേക്ഷിച്ച് കുറച്ച് ഡള്ളായിരിക്കും. അതുപോലെ ലൈൻസ് മെയിൽസിനെ പോലെ ഷാർപ്പായി കാണാൻ കഴിയില്ല, കുറച്ച് ഡിസോൾവ് ആയ പോലെ ആയിരിക്കും കാണാൻ കഴിയുന്നത്. ബോഡി ഷേപ്പ് ആൻഡ് ബോഡി സൈസ് നോക്കി നമുക്ക് എങ്ങനെ ജെൻഡർ തിരിച്ചറിയാമെന്ന് നോക്കാം. ഫീമെയിൽ ഫിഷിന് ഇതുപോലെ ബെല്ലി താഴേക്ക് റൗണ്ട് ഷേപ്പായിരിക്കും, ബോഡി സൈസും കൂടുതലായിരിക്കും. മെയിലിൻ്റെ ബെല്ലി ഫ്ലാറ്റ് ആയിരിക്കും, ഫീമെയിലിനെ അപേക്ഷിച്ച് മെലിഞ്ഞ ബോഡി ഷേപ്പും ആയിരിക്കും, സൈസും കുറവായിരിക്കും. അടുത്തതായി നമ്മൾ ഫിങ് സൈസ് ആണ് നോക്കുന്നത്. സാധാരണയായി മെയിൽ ഫിഷിനാണ് ഫിങ് സൈസ് കൂടുതൽ, ഫീമെയിലിന് കുറവുമായിരിക്കും. എന്നാൽ വെൽറ്റെയിൽ സീബ്ര ഡാനിയോസിൻ്റെ കാര്യത്തിൽ മെയിലിനും ഫീമെയിലിനും നല്ല രീതിയിൽ ടെയിലും ഫിങ്സും ഉണ്ടായിരിക്കും. നമ്മുടെ ഫാമിലും മെയിലിനും ഫീമെയിലിനും നല്ല ലോങ് ടെയിലും അതുപോലെ ഫിങ്സും വരാറുണ്ട്. എന്നാലും ഫീമെയിൽസിനേക്കാളും ഒരു പടി വലിയ ടെയിലും അതുപോലെ ഫിങ്സും മെയിൽസിനാണ് കൂടുതൽ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസാണ് ജുവനൈൽ സൈസിലുള്ള ഫീമെയിൽ സീബ്ര ഫിഷ് മെയിൽ ഫിഷിനെ അപേക്ഷിച്ച് വളരെ ചെറുതായിരിക്കും. അഡൾട്ട് ആകുമ്പോൾ ഫീമെയിൽ മെയിലിനേക്കാളും വലുതാകുമെങ്കിലും ജുവനൈൽ സൈസിൽ ഫീമെയിൽ ചെറുതായിരിക്കും. ജുവനൈൽ സൈസിൽ ഫീമെയിൽ മെയിലിനേക്കാളും ചെറുതാണ് എന്ന് പറഞ്ഞെങ്കിലും അത് വെച്ച് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അഡൾട്ട് സ്റ്റേജിൽ എത്തിയിട്ട് ജെൻഡർ കൺഫേം ചെയ്യുന്നതാണ് നല്ലത്. സീബ്ര ബ്രീഡിംഗ് ചെയ്യുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ജെൻഡർ തിരിച്ചറിയുക എന്നത്. ഇത്രയും കാര്യങ്ങളാണ് സീബ്ര ഫിഷ് ജെൻഡർ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.